എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷാണ് ചോക്ലേറ്റ് ക്രോസോൺ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഡിഷാണ് ഇത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം. അതിനായി ആദ്യം നമ്മൾ 2 കപ്പ് മൈദ എടുക്കാം. അര കപ്പ് പാൽപ്പൊടി, അര കപ്പ് പഞ്ചസാര, 3/4 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു നുള്ള് ഉപ്പ്, ഒരു മുട്ട. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴയ്ക്കാം. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കതിലേക്ക് ബട്ടർ ചേർക്കാം. ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം. എന്നിട്ടിതൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കൊരു കട്ടർ ഉപയോഗിച്ച് ഇതുപോലെയൊന്ന് ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇനി ഇത് ഓരോ പീസായി നമുക്ക് ചെയ്യാം. അതിനായിട്ട് ചോക്ലേറ്റ് എടുക്കാം. അതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഇങ്ങനെ വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. അടുത്തതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം തന്നെ നമുക്കിതുപോലെ ചെയ്യാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഓരോന്നായി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഒരു ഭാഗമാകുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിടാം. ലോ ഫ്ലെയിമിൽ വേണം നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ. പാകത്തിന് റെഡിയായി വന്നു. ബാക്കിയെല്ലാം തന്നെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രോസോൺ റെഡിയായി. ഇതേണ്ട പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. എന്താ കുട്ടിയെ നോക്കി നിൽക്കണത്? കൂട്ടം കൂടി നിൽക്കാണ്ട് പോയി ഉണ്ടാക്കി നോക്കി. നമ്മൾ പാലക്കാട്ടുകാരൻ മുളക് ബജിയൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ ക്രോസോൺ കണ്ടപ്പോൾ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഒന്നും ആലോചിക്കുക വേണ്ട, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ഉഷാറാവട്ടെ.